നമ്മളിനി നേരെ പോകുന്നത് എന്താ പെട്രോൾ പമ്പുകളിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും ദിവസങ്ങളിലൊന്നും നമുക്ക് ആ പെട്രോളുമായിട്ട് ഡീസലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷാമമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നു. 24 ബ്രേക്കിംഗ്. പെട്രോൾ പമ്പുകൾക്ക് ഇന്ധനം ക്രെഡിറ്റ് നൽകുന്നത് ഓയിൽ കമ്പനികൾ നിർത്തി. ക്രൂഡ് ഓയിലിന്റെ വില വ്യത്യാസമാണ് കാരണമായി പറയുന്നത്. ഇതോടെ പെട്രോൾ പമ്പുകൾ കടുത്ത പ്രതിസന്ധിയിലായേക്കും. വിപിൻ സി വിജയൻ വിവരങ്ങൾ വെച്ചിരുന്നു. വിപിൻ, ഈ വില വ്യത്യാസത്തിന്റെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന്റെ പേരിൽ ക്രെഡിറ്റ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണ ഇപ്പൊ തന്നെ പൈസ പിന്നെ മതി എന്നുള്ള പറച്ചിലാണല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നൽകുന്നത് അതാണോ കാരണം, അതോ എണ്ണ ഷോർട്ടേജ് ആണോ വിപിൻ? ഗുഡ് മോർണിംഗ് ആഷ്മി, പ്രഭിത. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം നിലവിൽ തന്നെ നമ്മുടെയൊക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗ്യാസ് കിട്ടാനില്ല. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അത് ഇന്ധന മേഖലയിലേക്ക് കൂടി വരുന്നു എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കമ്പനികൾ പെട്രോൾ പമ്പുകൾക്ക് ക്രെഡിറ്റ് നൽകുന്നത് നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ ക്രെഡിറ്റ് നൽകുമ്പോൾ പണം പിന്നേൽ മതി, ആദ്യം ഓയിൽ നൽകുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഇത്തരത്തിലുള്ള നീക്കുപോക്കുകളിലൂടെയാണ് ഈ സിസ്റ്റം ഒക്കെ തന്നെ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഈ ക്രെഡിറ്റ് നൽകുന്നത് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇന്നു മുതൽ ഉണ്ടാകില്ല എന്നുള്ളത് ഇന്ത്യൻ ഓയിൽ തന്നെ ഇപ്പോൾ ഈ പെട്രോൾ പമ്പിലെ ഡീലേഴ്സിനെയൊക്കെ അറിയിച്ചിരിക്കുകയാണ്. ഇത് പ്രകാരം ഈ പെട്രോൾ പമ്പുകാർ മറ്റ് പല ആളുകൾക്കും, അതായത് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ, ഇവർക്കൊക്കെ തന്നെ ക്രെഡിറ്റ് നൽകിയിരിക്കുകയാണ്. ഈ തുക വരാതെ തന്നെ അത് ഈ ഓയിൽ കമ്പനികൾക്ക് നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ പണം മുൻകൂറായി കൊടുത്ത് ഓയിൽ വാങ്ങാൻ കഴിയാത്ത ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഓയിൽ മേഖലയിൽ നിൽക്കുന്നുണ്ട്. പെട്രോൾ പമ്പുകളെ ബാധിക്കും. കാരണം ഇതെല്ലാം തന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ റോൾ ചെയ്യുന്ന ഒരു തുകയാണ്. അങ്ങനെ പെട്ടെന്ന് പണം മുഴുവൻ കൊടുക്കാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് അടച്ചിടേണ്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഓയിൽ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില വ്യത്യാസവും ഒപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഒരു സാഹചര്യത്തിൽ മുൻകൂറായി പണം വാങ്ങാതെ ഓയിൽ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം എന്നുള്ളത് കൂടിയാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത്. മറ്റ് കാരണങ്ങളെയൊക്കെ സംബന്ധിച്ചും കൂടുതലൊരു വ്യക്തത വരാനുണ്ട്. പക്ഷേ ക്രെഡിറ്റ് നൽകുന്നത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് ഈ പെട്രോൾ പമ്പ് ഡീലേഴ്സിനെ. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.